തള്ളിപ്പറച്ചിലാണ്. പ്രസിദ്ധമാണിത്, പ്രസിദ്ധമാണ്. കർത്താവിനെ അറിയില്ല, അറിയില്ല, അറിയില്ല എന്ന ചില മനുഷ്യരുടെ മുമ്പിൽ വാ തുറന്ന് പറയുകയാണ്. എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? എന്താണ് ഇവിടുത്തെ പ്രശ്നം? നമുക്ക് പല പ്രാവശ്യം വായിച്ചിട്ടുള്ള ഈ വേദഭാഗമാണ്. വാസ്തവത്തിൽ ഇത് ഒഴിവാക്കാമായിരുന്നില്ലേ? ഇതെന്തുകൊണ്ട് സംഭവിച്ചു? അത് കഴിഞ്ഞ ക്ലാസിന്റെ ലാസ്റ്റ് സെഷനിൽ അതുണ്ട്. കർത്താവ് ഇത് മുന്നമേ പ്രവചിച്ചതാണ്, വാൺ ചെയ്തതാണ്. പക്ഷേ ഓവർ കോൺഫിഡൻസ് എന്ന് പറയും. ഇല്ല, എനിക്കങ്ങനെയൊന്നും പറ്റത്തില്ല എന്ന് ഇദ്ദേഹം കർത്താവിനോട് പറയുന്നതാണ് അതിൻ്റെ മുപ്പത് മുതലുള്ള വാക്യത്തിൽ നാം കാണുന്നത്. 33 വാക്യം ഇങ്ങനെയാണ്: കർത്താവേ, ഞാൻ നിന്നോടുകൂടെ തടവിലാകുവാനും മരിക്കുവാനും ഒരുക്കമാണ്. ശിമോനെ, ശിമോനെ, സാത്താൻ നിങ്ങളെ, അപ്പോസ്തലന്മാരെ, ലീഡേഴ്സിനെ, പാസ്റ്റേഴ്സിനെ നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. സാത്താൻ നിങ്ങളെ. സാത്താൻ പ്രധാനമായും ഉന്നം വെച്ചിരിക്കുന്നത് ഉപദേശിമാരെയാണ്. ഒരു ഉപദേശിയെ വീഴിച്ചാൽ അവന് 10,000 പേരെ വീഴിക്കുന്നതിന് തുല്യമാണത്. ഈ ഒരൊറ്റ പത്രോസിനെ വീഴിച്ചാൽ അടുത്ത ആഴ്ചയിൽ നടക്കാനുള്ള 3000 പേരുടെ സ്നാനമാണ് ബ്ലോക്ക് ആവുന്നത്. അത് പിന്നീട് 5000, 10,000 ആകുകയാണ്. അതുകൊണ്ട് ഓർക്കുക, ഈ മുന്നറിയിപ്പ് എന്നോടും കൂടെ ഉള്ളതാണ്. ശീമോനെ, ശീമോനെ, സാത്താൻ നിങ്ങളെ, 22:30, സാത്താൻ നിങ്ങളെ, ഈ 31, ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. നമുക്കറിയാത്ത ആത്മമണ്ഡലത്തിലെ ചില അസാധാരണവും അതുല്യവുമായ ഒരു വെളിപ്പാടാണ് ഇത്. കർത്താവിൻ്റെ പെർമിഷൻ വേണോ? വേണം. അപ്പൊ കർത്താവ് പെർമിഷൻ കൊടുത്തോ? കൊടുത്തില്ല. അതുകൊണ്ട് അവന്റെ പരിശ്രമം വിജയിച്ചില്ല, പിശാചിന്റെ തന്ത്രം വിജയിച്ചില്ല. എന്നാൽ ഇതുപോലെ തന്നെ സാത്താൻ ഇയ്യോബിന്റെ വിഷയത്തിൽ പെർമിഷൻ ചോദിച്ചു. ദൈവം പെർമിഷൻ കൊടുത്തു. പക്ഷേ ഇയ്യോബ് ജയിച്ചു. ഇയ്യോബ് ജയിച്ചു. പത്രോസ് ജയിക്കയില്ല എന്ന് കർത്താവിന് അറിയാവുന്നത് കൊണ്ട് പെർമിഷൻ കൊടുത്തില്ല. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു. നമുക്ക് എന്തോ ഒരു വിശ്വാസം ഉണ്ടെന്നും നമുക്ക് എത്ര ആഴത്തിൽ വേരോടിയിട്ടുണ്ടെന്നും
നമുക്ക് എത്ര കപ്പാസിറ്റി ഉണ്ടെന്നും നമ്മുടെ കർത്താവിന് അറിയാവുന്ന പോലെ ആർക്കറിയാം? അതുകൊണ്ട് കർത്താവ് അവന് വേണ്ടി അപേക്ഷിച്ചു. അപ്പോ നമുക്കും ഇങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങൾ എപ്പോഴും പ്രതീക്ഷിക്കാം. പെട്ടെന്നായിരുന്നു ആ സംഭവം വരുന്നത്. നമ്മുടെ കണക്കുകൂട്ടലുകൾക്കപ്പുറത്ത്, നമ്മുടെ ചിന്തയ്ക്കപ്പുറത്ത് ആണ് പോരാട്ടങ്ങൾ വരുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, പക്ഷെ അവിടെ ആയിരിക്കില്ല അവൻ വല വിരിക്കുന്നത്. നാം പ്രതീക്ഷിക്കാത്ത സ്ഥലത്തും സന്ദർഭത്തിലും സാഹചര്യത്തിലും നാം പ്രതീക്ഷിക്കാത്ത വ്യക്തികളിലൂടെയുമായിരിക്കും പിശാച് അറ്റാക്ക് അഴിച്ചുവിടുന്നത്. പക്ഷേ അത് അറ്റാക്കാണെന്ന് നമുക്ക് മനസ്സിലാകുക പോലുമില്ല. അതുകൊണ്ടാണ് കർത്താവ് പത്രോസ് തന്റെ ലേഖനത്തിൽ ഈ കാര്യം മെൻഷൻ ചെയ്യുന്നുണ്ട്. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുകയാണ്. അപ്പം 1 പത്രോസ് 5-ാം അധ്യായത്തിൽ പിശാചിന്റെ പോരാട്ടത്തെ കുറിച്ച് പത്രോസ് നോട്ട് ചെയ്യുമ്പോൾ ലൂക്കോസ് 22 സംഭവം പൗലോസിനെ സ്വാധീനിച്ചു എന്ന് മറക്കണ്ട. ഓക്കെ, എന്താ ഉണ്ടായത്? ഞാൻ നിന്നോടുകൂടെ തടവിലാകുവാനും മരിക്കുവാനും ആഗ്രഹിക്കുന്നു, ഒരുക്കമാണ് എന്ന് പറയുന്നു 33-ാം വാക്യത്തിൽ. എന്നാൽ 56-ാം വാക്യത്തിൽ തീവട്ടത്തിനടുക്കെ ഇരിക്കുന്നത് ബാല്യക്കാരത്തി കണ്ടു. അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി, ഇവനും അവനോട് കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു. അവനോ, സ്ത്രീയെ, ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞു. ഇതിന്റെ പുറകിൽ പിശാച് കളിക്കുന്നുണ്ടെന്നുള്ള കാര്യം പത്രോസിന് പിടികിട്ടുന്നില്ല. പത്രോസ് ഇപ്പോൾ ഈ ബാല്യക്കാരത്തെയും അവിടെ കൂടിയിരിക്കുന്ന ആൾക്കൂട്ടത്തെയും തീവട്ടത്തെയുമേ കാണുന്നുള്ളൂ. പ്രത്യേകം ഓർക്കുക, നമ്മൾ കാണുന്നതല്ല യഥാർത്ഥ കക്ഷി. നമ്മളെ സഹോദരന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമ്പോഴും, കുടുംബത്ത് കലഹം ഉണ്ടാവുമ്പോഴും, ശുശ്രൂഷകന്മാർ തമ്മിൽ ഭിന്നത ഉണ്ടാവുമ്പോഴും പ്രത്യേകം ഓർക്കുക, നമ്മൾ കാണുന്ന ഈ രാജു, തോമസ്, ഏലിയമ്മ, മാത്തുക്കുട്ടി ഇവരല്ല യഥാർത്ഥ കക്ഷി. യഥാർത്ഥ കക്ഷി അണ്ടർഗ്രൗണ്ടിലാണ്. സാത്താൻ ഗോതമ്പ് പോലെ പാറ്റാൻ അനുവാദം ചോദിച്ചു എന്ന് പറഞ്ഞ കാര്യം അന്നേരം അവൻ ഓർത്തില്ല. എന്നാ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓർത്തു. അപ്പോൾ ഏതൊരു വിഷയത്തിലും നാം ആകുമ്പോൾ, നാം ഒരു കൺഫ്യൂഷനിലാകുമ്പോൾ, നാം ഒരു ടെൻഷനിലാകുമ്പോൾ, നാം ഒന്ന് അസ്വസ്ഥമാകുമ്പോൾ
നമ്മൾ ആരാ? നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനം, രാജകീയ പുരോഹിത വർഗം. നമ്മളൊരു പ്രതിസന്ധിയിലാവുമ്പോൾ, മാനസികമായി നാം വല്ലാതെ അലട്ടപ്പെടുമ്പോൾ, അസ്വസ്ഥരാകുമ്പോൾ, നമ്മൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആളുകളെ കണ്ടുകൊണ്ട് റിയാക്ട് ചെയ്യരുത്. അണ്ടർഗ്രൗണ്ടിലുള്ള ആളോട് വേണം റിയാക്ട് ചെയ്യാൻ. പിശാചേ, ഇതെന്നോട് കർത്താവ് നേരത്തെ പറഞ്ഞിരുന്നു, നിന്റെ വേല നിന്റെ കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് മാറിപ്പോകാമായിരുന്നു. പൗലോസിനെ മുഖസ്തുതി പറഞ്ഞ് പുകഴ്ത്തി ഒരു സ്ത്രീ, നല്ല വാക്കാ പറയുന്നത്. 1-2 പ്രാവശ്യം ഇത് കേട്ടു. പൗലോസിന് മനസ്സിലായി ഇതിന്റെ പിന്നിൽ ഒരാളുണ്ടെന്ന്. അവളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, വിട്ടുപോകാൻ. ഓർക്കുക, നല്ലത് പറയുമ്പോഴും ചീത്ത പറയുമ്പോഴും നിന്റെ പുറകിൽ ഒരാൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന ഓർമ്മ നമ്മളെ എപ്പോഴും സംരക്ഷിക്കട്ടെ. പത്രോസ് ഇപ്പോൾ യേശുവിനെയും കാണുന്നില്ല, പിശാചിനെയും കാണുന്നില്ല. പിന്നെ ആരെ കാണുന്നുള്ളൂ? ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ കാണുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ 61-ാം വാക്യം വന്നപ്പോൾ അവൻ കർത്താവിനെ കണ്ടു. പത്രോസ് ഒരു ലക്ഷ്യത്തിൽ എവിടെ നിൽക്കുന്ന ഒരു ലക്ഷ്യത്തിൽ. ആ ലക്ഷ്യം എന്താ? തീ കായുക എന്ന ലക്ഷ്യം അല്ല. പത്രോസ് ഇവിടെ നിൽക്കുന്ന ലക്ഷ്യം യേശുവിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. കർത്താവിന്റെ അടുത്ത് നിൽക്കുക എന്നുള്ളതാണ്. പത്രോസിന്റെ ഉള്ളിൽ കയറി ഒരു പോളിഗ്രാഫ് ടെസ്റ്റ് നടത്തിയാൽ, എന്നെ ഇവിടെ നിൽക്കുന്നതിന് കാര്യമല്ല, ഇവിടെ നിൽക്കുന്നതിന് ഒറ്റ കാര്യമുള്ളൂ, എന്റെ കർത്താവ് അവിടെ നിൽക്കുന്നു. വേറെന്താ കാര്യമുള്ള? വേറൊന്നുമില്ല. വേറെ നിനക്കാരും അവിടെയുള്ള പെങ്ങളുണ്ടോ, ആങ്ങളെയുണ്ടോ, അനിയനുണ്ടോ, ചേട്ടനുണ്ടോ? ഒന്നുമില്ല. ബിക്കോസ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തു നിമിത്തമാണ് ഈ നിൽക്കുന്നത്. മുമ്പോട്ട് പോകുമ്പോൾ അവൻ ഒറ്റ ആഗ്രഹമുള്ളൂ, അവനിവിടെ നിൽക്കണം. അവൻ ഇവിടെ നിൽക്കണം. അതെന്തിനാ? കർത്താവിന് എന്ത് ഭവിക്കുമെന്ന് അറിയണം. ഇവിടെയുള്ള ആളുകളുമായിട്ടൊന്നും അല്ല അവന്റെ ബന്ധം, അവന് കർത്താവുമായിട്ടാണ് ബന്ധം. അവൻ അതിനുവേണ്ടി അവിടെ നിന്നത്. അതുകൊണ്ട് തന്നെ കർത്താവ് ആ വിഷയത്തെ ഒരു ക്രൈമായിട്ട് ഏറ്റെടുത്തില്ല, ഒരു കുറ്റമായിട്ട് എടുത്തില്ല. ശിഷ്യന്മാരൊക്കെ എടുത്തു കാണും, പക്ഷെ കർത്താവ് എടുത്തില്ല. എന്നാൽ ഇതിനകത്തൊരു നല്ല കാര്യം, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മനോഹരമായ കാര്യം ദൈവജനത്തെ ഓർപ്പിക്കാൻ എനിക്ക് സന്തോഷമുണ്ട്. 60-ഉം 61 വാക്യം ഒന്നും കൂടെ വായിക്കാം. മനുഷ്യ, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് പത്രോസ് പറഞ്ഞു. അവൻ സംസാരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കോഴി കൂകി. അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി. ഇന്ന് കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് കർത്താവ് തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു. വളരെ ധ്യാനത്തിലൂടെ ആ വാക്യം ശ്രദ്ധിച്ചാൽ
ഈ പ്രപഞ്ചത്തിൽ ഒരു കോഴി കൂവണമെങ്കിൽ നിന്റെ കർത്താവ് അറിയണം, കർത്താവ് അനുവദിക്കണം. കോഴി ഇത് വല്ലതും അറിയുന്നുണ്ടോ? പോത്തിന് ഏത്തവാഴ എന്താണെന്ന് അറിയാവോ എന്നൊരു ചോദ്യമുണ്ട്. എന്ന് പറഞ്ഞ പോലെ കോഴിക്ക് പത്രോസ് ആരാ, യേശു ആരാ? നീ ഒന്നും അറിയണ്ട, നീ ഈ ടൈമിന് കൂവിയേ പറ്റൂ. കാരണം അത് പ്രവചനമാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രപഞ്ചത്തിൽ ഒരു കോഴി കൂവണമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇച്ചിരി കൂട്ടി പറയുക, ഒരു കൊതുക് കുത്തണമെങ്കിൽ, ഒരു കൊറോണ വൈറസ് വരണമെങ്കിൽ തമ്പുരാൻ അറിയാതെ വരുവോ? ഹല്ലേലൂയ. കൈകൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ കോഴി കുറെ നേരം കഴിഞ്ഞു കൂവിയിട്ട് കാര്യമില്ല. അത് ആ കറക്റ്റ് ടൈമിന് കൂവണം. അത് എന്തിനാണെന്നറിയോ? അതൊരു ഉപദേശിയെ മാനസാന്തരപ്പെടുത്താനുള്ള കൂവല. അത് പിന്നെ പിറ്റേ ദിവസം കൂവിയിട്ട് കാര്യമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഈ കോഴിയെ പോലെ ആകാൻ നമുക്ക് കഴിയണം. ഞാനാ നിന്നെ മാനസാന്തരപ്പെടുത്തിയെന്നും പറഞ്ഞ് പത്രോസിന്റെ പുറകെ പിന്നെ നടക്കരുത്. ഏലിയാവിനെ ഹെൽപ്പ് ചെയ്തത് ഒരു കാക്കയാ, പത്രോസിനെ ഹെൽപ്പ് ചെയ്തത് ഒരു കോഴിയാ. ഇതിനകത്ത് കാക്കയ്ക്കും കോഴിക്കും ഒരു റോളും ഇല്ല. ഇവരാരും സ്വർഗത്തിൽ പോണവരല്ല. പക്ഷെ നിത്യതയുടെ വ്യക്തമായ പദ്ധതിയിൽ പങ്കാളിയാകുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് മുൻകണ്ട നിന്നെ ഒന്ന് തിരിക്കാൻ വേണ്ടി ചെറിയ ജീവികളെ ഉപയോഗിക്കാൻ ദൈവത്തിന് കഴിയും. യോനയെ ദൗത്യത്തിലേക്ക് എത്തിക്കാൻ ഒരു മത്സ്യത്തെ വിടുന്നു. ആ മത്സ്യം സാക്ഷി പറയാൻ ഒരു സമയം കിട്ടിയാൽ എന്തു പറയും? ആ മത്സ്യത്തോടൊന്ന് ചോദിച്ചേ, നീ ആ കറക്റ്റ് സമയത്ത് അവിടെ വന്നത് എങ്ങനെയാ മോനെ? ആ മത്സ്യം പറയും, നേരത്തെ എനിക്ക് SMS വന്നതാ, ഇങ്ങനെ ഒരു ഉപദേശം ഇതിലുണ്ടാവും, പുള്ളിയെടുത്ത് താഴോട്ടിടും, അവനെ വെള്ളം കുടിപ്പിക്കരുത്, അവൻ മരിക്കരുത്, അവനെ എനിക്ക് ആവശ്യമുണ്ട്. അങ്ങനെ ഈ വലിയ മീൻ, എല്ലാ മീനിനും ഉപദേശിയെ ഇതിനകത്ത് താമസിപ്പിച്ച് ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ഉള്ള ഒരു ക്രമീകരണം ഉള്ള മീൻ വേണ്ടേ? അല്ലാതെ നമ്മൾ ഈ കറി വെക്കാൻ മേടിക്കുന്ന മീനൊന്നും കൊണ്ട് പണി നടക്കത്തില്ല. അപ്പൊ അത്ര ഫെസിലിറ്റീസ് ഉള്ള ഒരു ഫിഷ് ഈ വാഹനത്തിന്റെ പുറകെ ഇങ്ങനെ പോവുക, ഉപദേശി വരാൻ വേണ്ടിയിട്ട്. ദൈവത്തിന്റെ ക്രമീകരണം കണ്ടോ? യോനയുടെ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠനാണെന്നറിയോ? കാറ്റനുസരിക്കുന്നു, ജാതികൾ അനുസരിക്കുന്നു, മത്സ്യം അനുസരിക്കുന്നു, ആവണക്കനുസരിക്കുന്നു, പുഴു അനുസരിക്കുന്നു, ഉപദേശി മാത്രം അനുസരിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ദൈവത്തിന് ഈ പുഴുവായിട്ടും ആവണക്കുമായിട്ടും മത്സ്യവുമായിട്ടും പിന്നീട് ഒരു ബന്ധവും ഇല്ല, ഒരു കോണ്ടാക്റ്റും ഇല്ല. ദൈവത്തിന് കോണ്ടാക്ട് യോനയോടാണുള്ളത്. ശുശ്രൂഷകന്മാർ അടിവരയിട്ട് കേൾക്കണം ഈ ദൂത്. ദൈവത്തിന് ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ആളുകൾ നിങ്ങളാണ്.
ദൈവത്തിന്റെ VIP ആണ് ഞാനും നിങ്ങളും. ദൈവത്തിന്റെ VIP. അനേകം ശുശ്രൂഷകന്മാരെ മീറ്റിംഗിൽ ഇരിപ്പുണ്ട്. അതെ, ദൈവത്തിന്റെ VIP ആണ് നമ്മൾ. താങ്ക് യു ജീസസ്. യോന മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് പുറത്തു വരുന്നു. ചൂട് കഠിനമായപ്പോൾ ഒരു ആവണക്ക് മുളയ്ക്കുന്നു. പെട്ടെന്ന് ഒരു പുഴു വന്നിട്ട് ആവണക്കിനെ കുത്തുന്നു. ആവണക്ക് ഉണങ്ങുന്നു. യോന ദേഷ്യപ്പെടുന്നു. ദൈവം തമ്പുരാൻ അവിടെ വരുന്നു. വളരെ ശാന്തമായി അവനെ കൗൺസിൽ ചെയ്യുന്നു. മോനെ, എന്നാ നിന്റെ പ്രശ്നം? നിന്റെ പ്രശ്നം ആവണക്കല്ലേ? അതെ. അത് എപ്പോഴാ ഉണ്ടായത്? ആരാ ഉണ്ടാക്കിയത്? നീയാണോ? അല്ല. പിന്നെ നീ എന്തിനാ എത്ര വിഷമിക്കുന്നേ? അവൻ പറഞ്ഞു, ഞാൻ വിഷമിക്കും, ഞാൻ കോപിക്കും, ജീവപര്യന്തം കോപിക്കും. ടെൻഷൻ വരുമ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് ഓർത്ത് കർത്താവ് തള്ളിക്കളയൊന്നുമില്ല. അപ്പൊ കർത്താവ് പറഞ്ഞു, ഓക്കെ, നിനക്ക് വിഷമമുണ്ട്. 1,20,000 ആത്മാക്കൾ നശിച്ചു പോണതില് എനിക്ക് വിഷമമുണ്ടെന്നുള്ളത് നിനക്ക് മനസ്സിലായോ? ആ ഒരൊറ്റ കാര്യം അവനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പാഠങ്ങളിലൊക്കെ ഈ പാതകളിലൂടെയൊക്കെ നടത്തിയത്. നമുക്ക് കർത്താവിന് നന്ദി പറയാം. നമ്മെ നടത്തുന്ന വിധങ്ങളോർത്ത്, നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങളോർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇതാ ഒരു കോഴി, പാവ, അതിനൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ അത് ടൈം പാലിച്ചു. മാത്രമല്ല, അത് സാമാന്യ ഉറക്കെ തന്നെ കൂയി, ഉഴപ്പിയില്ല. കേൾക്കേണ്ട ആള് കേൾക്കണമല്ലോ, അതുപോലെ കൂയി. എന്നെ നിങ്ങളെയും ഇന്ന് കാണുന്ന നിലയിൽ എത്തിക്കാൻ ദൈവം ആരെയൊക്കെ ഉപയോഗിച്ചു, എന്തിനെയൊക്കെ ഉപയോഗിച്ചു എന്ന നന്ദിയോടെ പ്രഭാതത്തിൽ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. നമ്മെ ഈ ശുശ്രൂഷയിൽ എത്തിക്കാൻ പ്രൈസ് ദി ലോർഡ്. കർത്താവ് ആരെയൊക്കെ ഉപയോഗിച്ചു, എന്തിനെയെല്ലാം ഉപയോഗിച്ചു. നന്ദി യേശുവേ, നന്ദി കർത്താവേ. അടുത്തത് 61-ാം വാക്യത്തിൽ, അപ്പോൾ കർത്താവ് തിരിഞ്ഞു പത്രോസിനെ ഒന്ന് നോക്കി. മഹാപുരോഹിതന്റെ വീട്ടിൽ ക്രോസ് വിസ്താരം നടക്കുമ്പോൾ യേശുവിന്റെ ഹൃദയത്തിൽ പീറ്റർ ആയിരുന്നു. പീറ്റർ, ഒന്നുകൂടെ പറയാം. മഹാപുരോഹിതന്റെ വീട്ടിൽ വിചാരണ നടക്കുമ്പോൾ യേശുവിന്റെ മനസ്സിൽ പത്രോസ് ആയിരുന്നു. പത്രോസ് കുരിശിൽ അവൻ തൂങ്ങി ആടുമ്പോൾ അവന്റെ മനസ്സിൽ ഞാനായിരുന്നു, നിങ്ങളായിരുന്നു. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. മഹാപുരോഹിതന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ചങ്കിടിപ്പോടെ നിൽക്കുന്ന ഒരു സമയമല്ലേ അത്? അല്ല, കർത്താവ് ഇതെല്ലാം മുന്നമേ പ്ലാൻഡ് ആണ്. അവന്റെ മനസ്സിൽ ഞാനായിരുന്നു, നിങ്ങളായിരുന്നു. പത്രോസ് കഠിനമായ പോരാട്ടത്തിലൂടെ കടന്നു പോവുകയാണെന്ന് യേശുവിന് മനസ്സിലായി.
ആ കോഴി കൂവിയപ്പോൾ കർത്താവ് പറഞ്ഞ പ്രവചനമല്ലേ, കോഴി കൂവുന്ന സമയത്ത് നീ തള്ളി പറയുമെന്ന്. ആ കോഴി കൂവിയത് യേശു കേട്ടു, പത്രോസും കേട്ടു. ഇവിടെ എന്തെല്ലാം ശബ്ദമുണ്ട്, പക്ഷേ നമ്മളെ ബാധിക്കുന്ന ചില ശബ്ദം ഇതിനിടെ കാണും. അത് കേൾക്കാൻ നമുക്ക് ഒരു കാതുണ്ടാകട്ടെ. താങ്ക് യു ലോർഡ്. കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി. കൊച്ചു വാക്യം, മനോഹരമായ വാക്യം. നോക്കി. അടുത്തെഴുതിയിരിക്കുന്നത് പത്രോസ് ഓർത്തു. കർത്താവ് നോക്കിയപ്പം പത്രോസ് ഓർത്തു, കൂട്ടിയോജിപ്പിച്ചു. കോഴി കൂവിയതും കർത്താവ് നോക്കിയതും കുറച്ചു മുമ്പേ കർത്താവ് പറഞ്ഞതും, ഇത് മൂന്നും കൂടെ ഒരു നേർരേഖയിൽ വന്നു. തുടർന്ന് എന്ത് സംഭവിച്ചു? പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു. അപ്പൊ പുറത്തിറങ്ങിയാ മതിയായിരുന്നു, നേരത്തെ തന്നെ ഇവിടെ നിന്ന് കറങ്ങണ്ടായിരുന്നു. അവൻ ഓർത്തു. പ്രിയപ്പെട്ടവരെ, നമ്മള് കർത്താവ് നമ്മളോട് പറഞ്ഞതൊക്കെ ഓർക്കണം. സംഭവങ്ങളുടെ നടുവിൽ, സങ്കടങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ, വെല്ലുവിളികളുടെ നടുവിൽ, രോഗത്തിന്റെ നടുവിൽ കർത്താവ് നമ്മോട് പറഞ്ഞതോർക്കണം. അവൻ നമുക്കൊരു ഹിന്റ് തന്നിട്ടുണ്ടാവും. ഭക്തന്മാർ കടന്നു പോകുന്ന എല്ലാ സാഹചര്യത്തെ കുറിച്ചും ഒരു ഹിന്റ് കർത്താവ് തരാതിരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ ഒരു അഭിഷിക്തൻ എന്നെ രാത്രി വിളിച്ചു. ഞാൻ അന്നേരം ഒരു സൂം മീറ്റിംഗിലായിരുന്നു. അറിയപ്പെടുന്ന അനുഗ്രഹീതനായ ദേവദാസൻ. എന്റെ വൈഫ് ഫോൺ എടുത്തു. സൂം കഴിയുമ്പോൾ അങ്ങ് വിളിക്കാമെന്ന് പറഞ്ഞു. രാത്രി 10-ന് ശേഷം ഞാൻ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. കാര്യകാരണങ്ങൾ പൊതുവിൽ പറയാൻ പാടില്ല. എന്തുകൊണ്ടാ പാസ്റ്ററുകളെ ഇങ്ങനെ സംഭവിക്കുന്നേ എന്നാണ് എന്നോട് ചോദ്യം. ഞാൻ പറഞ്ഞു, ശാന്തമായി കർത്താവിന്റെ മുഖത്തേക്ക് നോക്ക്. അപ്പോൾ കർത്താവ് ഇതിനു മുമ്പ് ഒരു ഹിന്റ് തരാതിരിക്കത്തില്ല. ഈ കടന്നു പോകുന്ന സാഹചര്യത്തെ പറ്റി എന്തെങ്കിലും ഒരു ചെറിയ ക്ലൂ കർത്താവ് തന്നിട്ടുണ്ടാവും. അതൊന്ന് ഓർത്താ മതി എന്ന് പറഞ്ഞ് ഇന്നലെ രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. പത്രോസ് ഓർത്തു, യേശു നോക്കി. ഇവിടെ നിന്ന് എനിക്ക് പോകണമെങ്കിൽ ഒരു കാര്യം കൂടെ പറയാതെ പോകാൻ നോക്കുകയില്ല. ഇനിയും പറയുന്നത് നന്നായി കേൾക്കണം. കർത്താവ് നോക്കിയാൽ കാണാവുന്ന ദൂരത്തിലാ പത്രോസ് നിന്നത്. നോക്കിയത് കാണാവുന്ന മാനസികാവസ്ഥയിലാണ് പത്രോസ് നിന്നത്. കല്ലേറ് ദൂരം എന്നൊരു വാക്കുണ്ടല്ലോ, ഒരു കല്ലേറ് ദൂരം എന്ന് പറഞ്ഞതുപോലെ വാക്കബിൾ ഡിസ്റ്റൻസ്, ഇങ്ങനെയൊക്കെയുള്ള ചില പദപ്രയോഗങ്ങളുണ്ടല്ലോ. ഈ കടലിൽ നീന്താൻ പോകുന്നവരുടെ ഇടയിലും നീന്താൻ പഠിപ്പിക്കുന്നവർക്കും ഒരു വാക്കുണ്ട്. എന്ന് പറഞ്ഞാൽ ടൈം ഓഫ് നോ റിട്ടേൺ, മടങ്ങി വരാൻ പറ്റാത്ത ഒരു സമയത്തേക്ക് പോകരുത്.
എന്താ അതിന്റെ അർത്ഥം? ശാന്തമായിട്ട് പറയാം. കടലില്ല എന്ന് ഓർക്കണം. കടലില്ല. മാക്സിമം ശക്തി ഉപയോഗിച്ച് അങ്ങോട്ട് പോയാൽ തിരിച്ച് ഇങ്ങോട്ടൂടെ വരേണ്ടതല്ലേ പോനെ? എത്ര അങ്ങോട്ട് പോയോ അത്ര ഇങ്ങോട്ട് വരണം. അപ്പൊ എന്ത് കരുതിക്കോണം? ഉള്ള സ്റ്റാമിനയുടെ പകുതി തീരുമ്പം നീന്ത് നിർത്തിക്കോണം. കാരണം തിരിച്ചു വരേണ്ടതാ. പ്രൈസ് ദി ലോർഡ്. പത്രോസ് പിന്മാറി തള്ളിപ്പറഞ്ഞു എന്നൊക്കെ പറയുമ്പോഴേ ഹല്ലേലൂയ, നോക്കിയ കാണാവുന്നിടത്ത് അവൻ ഉണ്ടായിരുന്നു. അവൻ യേശുവിൽ നിന്ന് ദൂരെ അല്ലായിരുന്നു. കർത്താവ് ഒന്നും പറഞ്ഞൊന്നുമില്ല. എടാ ദുഷ്ട, നീ എന്തുവാടാ ഈ പറയുന്നതെന്നൊന്നും ചോദിച്ചില്ല. നോക്കിയതേ ഉള്ളൂ. നോക്കിയാ കരയാവുന്ന ഒരു ബന്ധം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? മനസ്സിലാകുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? കൈകൾ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. നോക്കുമ്പം കരയുന്ന ഒരു ഹൃദയം അല്ലേ? പ്രൈസ് ദി ലോർഡ്. കർത്താവ് നോക്കി. പത്രോസ് പൊട്ടി പൊട്ടി കരഞ്ഞു. അതിദുഃഖത്തോടെ കരഞ്ഞു. നീ കരഞ്ഞിട്ട് എത്ര നാളായി? കരയാൻ ഒരു സാഹചര്യം വരുന്നെങ്കിൽ നല്ലതാ വിശ്വാസിക്ക്. യിരെമ്യാ പ്രവചനത്തിൽ ഒരു വാക്യമുണ്ട്, നിങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ലെങ്കിൽ കൂലിക്കാരെ വരുത്തി കരയിപ്പിക്കാൻ. യിരെമ്യാ 9 കിടപ്പുണ്ട്. സമയം കിട്ടുമ്പോൾ എടുത്ത് വായിച്ചാൽ മതി. എനിക്കത് ആദ്യകാലങ്ങളിൽ മനസ്സിലായില്ല, പിന്നെ പഠിച്ചു. വിലാപക്കാരുത്തികൾ എന്ന് പറയുന്നത് ആ കാലത്തെ ഒരു ജോലിയാ. കസേര, ലൈറ്റ്, മൈക്ക്, പാട്ട്, ഇതൊക്കെ നമ്മൾ റെന്റ് ചെയ്യുമല്ലോ, റെന്റിന് എടുക്കുമല്ലോ. ആ കൂട്ടത്തില് കരച്ചിലുകാരെന്നൊരു ടീമുണ്ട്. അത് നല്ല കൂടുതൽ റേറ്റ് ഉള്ളവരുണ്ട്, കുറഞ്ഞ റേറ്റ് ഉള്ളവരുണ്ട്. അപ്പം യിരെമ്യാവ് പറയുന്നത് നല്ല കാശ് കൊടുത്ത് നല്ല ടീമിനെ കൊണ്ടുവരാനാ പറഞ്ഞത്. ഈ നല്ല ടീം കൊണ്ടുവന്ന ആളുടെ ഗുണം എന്നാ? ഏത് കരിങ്കല് പോലെയുള്ളവനും കരയും. അതിനുള്ള ടെക്നിക്ക് ഈ പെണ്ണുങ്ങൾക്ക് അറിയാം. സ്ത്രീകളെന്നാ പറഞ്ഞിരിക്കുന്നു. വിലാപക്കാരുത്തികളെ വിളിച്ചു വരുത്താൻ. ഇന്നത്തെ സഭ ഈ വിധത്തിലായോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഇത്ര ഭീകരമായ ഒരു അന്തരീക്ഷത്തിലൂടെ സഭ കടന്നു പോവുകയാണ്. ആരാധന ഇല്ല, കർത്തൃമേശ ഇല്ല, സൺഡേ സ്കൂൾ ഇല്ല, എല്ലാം പോയി. എന്നിട്ട് ഒരു കൂട്ടമായ നിലവിളി ഉയരുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. വേണ്ടപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഒരു അനുതാപത്തോടുകൂടി ഒരു കരച്ചിൽ ഉണ്ടാകുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ പാവപ്പെട്ടവർ അവിടെ ഇവിടെ കരയുന്നുണ്ട്. പത്രോസിന് ഉണ്ടായിരുന്ന ഒരു ഗുണം എന്നാണെന്നറിയാവോ? കർത്താവ് ഒന്ന് നോക്കിയാൽ മതി, അവൻ ശരിയായിക്കോളും. പ്രൈസ് ദി ലോർഡ്. ഈ കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ പ്രത്യേകം പറഞ്ഞു, ശീമോനോട് പറയണമെന്ന്. നിങ്ങളത് തപ്പിയെടുത്ത് വായിച്ചോണം. ശീമോനോട് പറയണമെന്ന്. വേറെ ആരുടെ പേര് പറഞ്ഞില്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് എന്തുകൊണ്ടായിരിക്കുമെന്ന്. ഇതാ കാര്യം, ഇതാ കാര്യം, ഇതാ കാര്യം. അവൻ കരഞ്ഞുകൊണ്ടിരിക്കുക എന്ന് കർത്താവിന് അറിയാം. പറ്റിപ്പോയ അപരാധമോർത്ത് അവൻ കരച്ചിലിൽ തന്നെയാണെന്ന് കർത്താവിന് അവനെ നന്നായിട്ട് അറിയാലോ. കർത്താവിന് നമ്മളെ അറിയാവുന്ന പോലെ ആർക്കറിയാം? ഭാര്യയ്ക്കും അറിയില്ല, ഭർത്താവിനും അറിയില്ല, കർത്താവിന് അറിയാവുന്ന പോലെ. അതുകൊണ്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ പറഞ്ഞു, അവനോട് പറയണം കരയണ്ടാന്ന്, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു.
Thank you, Jesus. Thank you, Jesus. Hallelujah. ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ചേർന്ന് പാടാം. ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. ചില മിനിറ്റുകൾ ചേർന്ന് പാടാം. ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ ആതു ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. അത് ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. ദൈവമേ നിൻ മഹാസ്നേഹമാതിൻ വീതം ആർക്കു ചിന്തിച്ചറിയാം. ദൈവമേ നിൻ മഹാസ്നേഹമാതിൻ വീതം ആർക്കു ചിന്തിച്ചറിയാം. ാവതില്ലേ അതിൻ ആഴമളന്നിടാ എത്ര ബഹുലമതോ. ാവതില്ലേ അതിൻ ആഴമളന്നിടാ എത്ര ബഹുലമതോ. പിന്നീട് വ്യാഖ്യാതാക്കൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പത്രോസിന് കോഴിയെ കാണുമ്പോഴും തീ കാണുമ്പോഴും പേടിയാണ്. പ്രൈസ് ദി ലോർഡ്. എവിടെയെങ്കിലും ഒരു തീ കണ്ടാൽ പെട്ടെന്നൊരു ഞെട്ടല്, എവിടെയെങ്കിലും ഒരു കോഴിയെ കണ്ടാൽ ചങ്കിനകത്തൊരു ചെറിയ ഇടിപ്പ്, പഴയ കാര്യം ഓർമ്മ വരും. ഓർക്കുന്നത് നല്ലതാ, കാരണം നമ്മളാരും പെർഫെക്റ്റ് അല്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഈ കോഴിക്ക് പത്രോസിനോടൊരു ദൂതുണ്ട്. പത്രോസേ, യേശു നിന്നോട് പറഞ്ഞതല്ലേ ഈ കാര്യം? അവിടെ കത്തുന്ന തീയില്ലേ, തീയ്, ആ തീക്കും ഒരു മെസ്സേജ് ഉണ്ട്. പത്രോസേ, നിന്നെ കാത്തു മറ്റൊരു തീ നിപ്പുണ്ട്, നിന്നെ കാത്ത മറ്റൊരു തീ നിപ്പുണ്ട്. ഈ താൽക്കാലിക തീയുടെ മുമ്പിൽ ഇരുന്ന് സമയം കളയരുത്.
ഇത് ശരീരത്തിന് ചൂട് തരുന്ന തീയാണെങ്കിൽ 10,000-ങ്ങളെ ആത്മാവിൽ കത്തിക്കുന്ന ഒരു തീ നിന്റെ മേൽ ഇറങ്ങാൻ പോവുകയാണ് അടുത്ത ദിവസത്തിൽ. പെന്തക്കോസ്തിലെ തീ. അതുകൊണ്ട് ഈ ഭൗതിക താൽക്കാലിക തീയുടെ മുമ്പിൽ നിന്റെ സമയം കളയരുത്. നിന്നെ കാത്തു മറ്റൊരു തീയുണ്ട്, മറ്റൊരു തീയുണ്ട്, മറ്റൊരു തീയുണ്ട്. തീയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവനെ താൽക്കാലിക തീയിൽ ഒതുക്കാനുള്ള ഒരു പോരായിരുന്നത്. യേശുവിന്റെ നാമത്തിൽ ദൂത് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ഓർക്കുക, ഒറ്റ ചിന്തയും കൂടെ, നമ്മൾ തള്ളിയാലും നമ്മളെ തള്ളാത്തവൻ. നമ്മൾ തള്ളിയാലും നമ്മളെ തള്ളാത്തവൻ. ദുർവ്യാഖ്യാനം ചെയ്യരുത്. നിങ്ങൾ തള്ളിയാലും കർത്താവ് തള്ളുകയില്ല എന്നല്ല ഞാൻ അർത്ഥമാക്കിയത്. പത്രോസ് കർത്താവിനെ തള്ളി പറയുക, ഞാൻ അറിയരുത്. കർത്താവ് അവിടെ നിന്നോട് പറയുന്നത് അതറിയാവോ? ഞാനറിയാം, എനിക്കറിയാം അവനെ, എനിക്കവനെ നന്നായി അറിയാം. പത്രോസ് ആവർത്തിച്ച് പറയുക, ഞാൻ അവനെ അറിയുന്നില്ല. യേശു അവിടെ നിന്നോട് മനസ്സിൽ പറയുക, എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം, എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം. നമ്മള് തള്ളിയാലും നമ്മളെ തള്ളാത്തവൻ. കേരളത്തിലെ ഒരു സുവിശേഷകൻ ഈ വേദഭാഗം ധ്യാനിച്ച് ഒരു കവിത എഴുതി. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ പാടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാ. തള്ളിപ്പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതില്ലെന്നെ നീ, ചൂടുള്ളൊരപ്പമൻ കുളിരിനാ ചൂടും പകർന്നു തന്നെന്നെ നീ. ഇത്രമേൽ എന്നെ സ്നേഹിച്ചുവോ, ഇതെത്രയും വിചിത്രമേശു രക്ഷകാ. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. തള്ളിപ്പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതില്ലെന്നെ നീ, ചൂടുള്ളൊരപ്പമൻ കുളിരിനായി ചൂടും പകർന്നു തന്നെന്നെ നീ. ഇത്രമേൽ എന്നെ സ്നേഹിച്ചുവോ, ഇതെത്രയും വിചിത്രമേശു രക്ഷകാ. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. ഈ തീയുടെ മുമ്പിൽ വെച്ച് തള്ളിപ്പറഞ്ഞെങ്കിൽ കടൽക്കരയിൽ മറ്റൊരു തീയ്, അതിന്റെ മുകളിൽ മീൻ വറുത്ത് അരുമനാഥൻ കാത്തു നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. പത്രോസിനോട് ബന്ധപ്പെട്ട 3 തീയാണ് നമ്മളിപ്പോ ഇവിടെ കണ്ടത്. ഒന്ന്, അവനെ പിന്മാറ്റത്തിലേക്ക് നയിച്ച തീയ്. 2, അവനെ മടക്കി വരുത്തിയ തീയ്. 3, അവനെ ചാർജ് ചെയ്ത തീയ്, അവനെ അഭിഷേകം ചെയ്ത തീയ്. വേദഭാഗം നിങ്ങൾക്കറിയാം എന്നോർത്താണ് ഞാൻ പറയാത്തത്. ഒന്ന്, അവനെ പിന്മാറ്റത്തിലേക്ക് നയിച്ച തീയ്, അതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്കോസ് 22
54 മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 55 കാണുന്ന തീയ്. രണ്ടാമത്തേത് യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തിലാണ് കിടക്കുന്നത്. വായിക്കണമെന്നില്ല, വേദപുസ്തകം പഠിക്കുന്നവർക്ക്, ചെറുപ്പക്കാർക്ക് പ്രയോജനം കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. 21:9 കരക്കിറങ്ങിയപ്പോൾ തീക്കനൽ, അതിന്മേൽ മീൻ വച്ചിരിക്കുന്നു. മടങ്ങിവരവിന്റെ തീയാണിത്, സ്നേഹത്തിന്റെ തീയാണിത്, കരുതലിന്റെ തീയാണിത്, ക്ഷമയുടെ തീയാണിത്. കടലിൽ നിന്ന് കയറി വരുമ്പോ ആദ്യം കണ്ടത് തീക്കനലാ, തീക്കനല്. മൂന്നാമത്തെ തീ നമ്മൾ കാണുന്നത് അപ്പോസ്തല പ്രവൃത്തി 2:3 അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. പത്രോസിന്റെ ജീവിതത്തെ സ്വാധീനിച്ച 3 ഫയർ, 3 തീ. നമുക്ക് അവിടെ നിന്ന് മുമ്പോട്ട് പോകാം. ഈ വാക്യം കൂടെ ചേർത്ത് എഴുതിക്കൊള്ളുക. 2 തിമോത്തിയോസ് 2:11. തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവനെ കഴിയുകയില്ലല്ലോ. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. ഈ വാക്യം ഇക്കൂട്ടത്തിൽ ചേർത്ത് ധ്യാനിക്കുന്നത് അനുഗ്രഹമാണ്. നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ. വായിച്ചോ. നാം അവനോടുകൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും. നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു എന്ന് എടുത്തു പറഞ്ഞ എന്തിനാ? എല്ലാ വചനവും വിശ്വാസയോഗ്യല്ലേ? അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, അതിന് അടിവര ഇട്ടോളാനാ പറഞ്ഞത്, അത് ഹൈലൈറ്റ് ചെയ്തോളാനാ പറഞ്ഞത്. നമ്മൾ അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കും. എന്താ കാര്യം? അവന്റെ സ്വഭാവം മാറ്റാനൊക്കെയല്ല, നമ്മുടെ സ്വഭാവം മാറിക്കൊണ്ടേയിരിക്കും. നമ്മൾ തന്നെ ഒന്ന് ഓർത്ത് നോക്കി, എല്ലാ മണിക്കൂറിലും നമ്മുടെ സ്വഭാവം മാറുകയല്ലേ? നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നമ്മളോട് ആളുകൾ ഇടപെടുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ കർത്താവിന്റെ സ്വഭാവം മാറുന്നില്ല. അതാണ് ആ വാക്യത്തിന്റെ ഘനമേറിയ ദൂത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇവിടെ കൂടെ കറണ്ട് പോക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ 7-ാമത്തെ കുറിപ്പിലേക്ക് പോവുകയാണ്. അതിപ്പോ എടുത്തു വെച്ചിരിക്കുന്ന 21-ാം അധ്യായം തന്നെയാണ്, യോഹന്നാൻ 21. പത്രോസിന്റെ ജീവിതത്തിലെ പരാജയങ്ങൾ അല്ലെങ്കിൽ അബദ്ധങ്ങൾ. 7-ാമത്തെ കുറിപ്പ്, അത് ഉപേക്ഷിച്ച വല തിരിച്ചെടുക്കുന്നു. 21-ാം അധ്യായത്തിലാണ് സംഭവം. പക്ഷേ അതവിടെ മറിക്കാതെ വെച്ചിട്ട് ലൂക്കോസ് 5-ലോട്ടൊന്ന് ഓടിപ്പോയിട്ട് തിരിച്ചു വരാം. ലൂക്കോസ് 5:11 ഒന്ന് വായിച്ചേ. പിന്നെ അവർ പടകുകളെ കരയ്ക്കടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. അപ്പോൾ അന്ന് വിട്ടു എന്ന് രേഖപ്പെടുത്തി വെച്ചു. ഇനി 21-ന്റെ യോഹന്നാൻ 21-ന്റെ
3-ാം വാക്യം. ശിമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ വല എവിടുന്ന? പടക് എവിടുന്ന? അപ്പൊ നീ വിട്ടെന്ന ചുമ്മാ പറഞ്ഞതാ അല്ലേ? ഒരാൾ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? വിട്ടെന്നേ ഉള്ളൂ, വിറ്റില്ല. കാറിന്റെ ഡിക്കിക്കകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരാവശ്യം വന്നാ എടുക്കാമല്ലോ എന്നോർത്തു. സ്തോത്രം. അഞ്ചാം അധ്യായത്തിലെ മീൻപിടുത്തം, ലൂക്കോസ് 5-ലെ മീൻപിടുത്തം പത്രോസിന്റെ ലൈഫിൽ വലിയ മാറ്റം വരുത്തിയതായിരുന്നു. പത്രോസിനെ ആഴത്തിൽ സ്വാധീനിച്ച സംഭവമായിരുന്നു. നമ്മളത് ധ്യാനിച്ചിട്ടുണ്ട് ഈ ക്ലാസ്സിൽ തന്നെ. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടാതിരുന്നു. കർത്താവ് വന്ന് പടകിലിരുന്ന് വചനം പഠിപ്പിച്ചേച്ച് മീൻ പിടിക്കാൻ വലയിറക്കാൻ പറഞ്ഞു. 2 പടക് നിറയുന്ന പോലെ മീൻ കിട്ടി. മീൻ കിട്ടിയപ്പോൾ പത്രോസ് ഓടി വന്ന് കർത്താവിന്റെ കാലെ കെട്ടിപ്പിടിച്ച് കമന്നടിച്ച മണ്ണിൽ വീണു. വീണിട്ടിട്ട് പറഞ്ഞു, എന്നെ വിട്ടുപോകണം എന്ന്, കുറ്റബോധം കൊണ്ട്. കർത്താവ് പറഞ്ഞു, വിട്ടുപോകത്തില്ല, നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. ആ ദൂതിന്റെ മുമ്പിൽ പത്രോസ് സകലവും വിട്ടു. 11-ാം വാക്യം, സകലവും വിട്ടു. സകലവും വിട്ടു. കർത്താവിനെ അനുഗമിച്ചു. പക്ഷേ ഒരു ദുർബല നിമിഷത്തിൽ ഒരു തീരുമാനം അങ്ങ് എടുക്കുക. ആ 3-ാം വാക്യത്തിലെ പ്രസ്താവന, യോഹന്നാൻ 21:3, ഈ മനുഷ്യന്റെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ നല്ല എളുപ്പം. ഒരു വലിയ കൂട്ടം ആൾക്കാരെ പിന്മാറ്റത്തിലേക്ക് നയിക്കാൻ പറ്റിയൊരു വാക്കാണ്. ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവർക്ക് ആളുകളെ നന്മയിലേക്കും തിന്മയിലേക്കും നയിക്കാൻ പറ്റും. ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവർക്ക് മനുഷ്യരെ നന്മയിലേക്കും തിന്മയിലേക്കും നയിക്കാൻ പറ്റും. മൂന്നാം വാക്യം, ശീമോൻ പത്രോസ് ഒരു പ്രസംഗം ചെയ്യുക. ഞാൻ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. എന്താ തീരുമാനം? പഴയ പണിക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. നിന്നെ വിട്ട് ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലല്ലയോ ഉള്ളത്? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്നൊക്കെ പറഞ്ഞ ആള് ഇപ്പോൾ ഒരു വലിയ പ്രസ്താവന നടത്തുകയാണ്, ഒരു അനൗൺസ്മെന്റ്. എല്ലാരും ശ്രദ്ധിക്കുക. യാക്കോബോ, യോഹന്നാന്, തോമസ്, എല്ലാരും കേൾക്കുക. ഞാനൊരു തീരുമാനം എടുത്തിരിക്കുന്നു. അയ്യോ, പുള്ളിയാണല്ലോ ലീഡർ, സ്വർഗരാജ്യത്തെ താക്കോലുള്ള ആള്. അപ്പൊ എല്ലാരും ചെവി ഓർത്തു. കാരണം ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു കഴിവാണ്. അങ്ങനെയുള്ളവർ പറഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കും. ചിലര് പറഞ്ഞാൽ ആളുകൾ അങ്ങ് ബോറടിക്കും, ശ്രദ്ധിക്കത്തില്ല. പക്ഷെ പത്രോസ് എന്നാ പറഞ്ഞാലും ആളുകൾ കേൾക്കും. പത്രോസ് ഒരു ഒറ്റ പ്രസ്താവന, ഞാനൊരു തീരുമാനം എടുത്തിരിക്കുന്നു. എന്തുവാ? പഴയ പണിക്ക് പോവുക. കേട്ടു നിന്നവരുടെ മറുപടി കേൾക്കണം. ഞങ്ങളും പോരുന്നു. എന്തൊരു ഇൻഫ്ലുവൻസ് അല്ലേ? എന്തൊരു ഇൻഫ്ലുവൻസാ! ഇതാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അത് വിദ്യാഭ്യാസം മാത്രമല്ല, വിദ്യാഭ്യാസം അല്ല വാസ്തവത്തിൽ. ഞങ്ങളും പോരുന്നു. അപ്പോ
11 പേരെയും സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. പോയി. ഈ കാര്യം മറ്റു സുവിശേഷകന്മാർ എഴുതിയിട്ടില്ല. ഈ കാര്യം നമുക്ക് എഴുതി തരുന്നത് യോഹന്നാനാണ്. യോഹന്നാച്ചനും കൂടെ ഉണ്ട്. അപ്പം യോഹന്നാനെ പോലും സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു ലീഡറാണ് പത്രോസ്. യോഹന്നാൻ കർത്താവിന്റെ നെഞ്ചോട് ചാരിയിരുന്ന ആളാ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ആ കഴിവിനെ നമ്മൾ അഭിനന്ദിക്കണം. നമുക്കൊന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരെ, പ്രാർത്ഥിച്ചിട്ട് പോരെ, കർത്താവിനോടൊന്ന് ചോദിക്കാം. ഇതൊന്നും ആരും പറഞ്ഞില്ല. ആ വാക്കിന്റെ ആ ഗാംഭീര്യത്തിന്റെ മുമ്പിൽ എല്ലാരും പറഞ്ഞു പോയേക്കാം. ഓക്കെ, 3-ാം വാക്യത്തിന്റെ ലാസ്റ്റ് വരുമ്പോൾ യോഹന്നാന്റെ പേന കൊണ്ട് യോഹന്നാൻ എഴുതുകയാണ്, ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. ഇത് എഴുതുന്ന എപ്പോഴാണെന്നറിയാവോ? 35 കൊല്ലം കഴിഞ്ഞിട്ടാ. 35 കൊല്ലം കഴിഞ്ഞിട്ടാ ഇത് എഴുതുന്നത്. അപ്പൊ ഈ എഴുതുമ്പോൾ യോഹന്നാൻ പൂർവകാലം ഓർക്കുകയാണ്. ആ രാത്രി, ഏത് രാത്രി? പ്രാർത്ഥിക്കാതെ ഇറങ്ങിപ്പോയ രാത്രി, ഉപേക്ഷിച്ചത് തിരിച്ചെടുത്ത രാത്രി, പിന്മാറ്റത്തിന്റെ രാത്രി, അവിശ്വാസത്തിന്റെ രാത്രി, പരാജയത്തിന്റെ രാത്രി. യോഹന്നാൻ പച്ചയ്ക്ക് എഴുതുകയാണ്, ആ രാത്രി മറക്കാൻ കഴിയില്ല, ഒന്നും പിടിച്ചില്ല. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. കർത്താവ് കുറെ നേരമായിട്ട് അവിടെ വന്ന് നിപ്പുണ്ട്. അപ്പൊ കർത്താവിന്റെ മനസ്സിൽ ഇവരാണ്. കർത്താവിന്റെ മനസ്സിൽ ഇവരാണ്. ദൗത്യമേൽപ്പിച്ചവരെ മറക്കത്തില്ല, ഉപേക്ഷിക്കത്തില്ല. കുറവുകൾ വന്നാൽ ഉടനെ പേര് വെട്ടിയിട്ട് വേറെ ആളെ നിയമിക്കലല്ല. കുറവുകൾ വന്നാൽ പരിഹരിച്ച് പിന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. ഇതാണ് ക്രിസ്തീയ മാർഗം. ഇവരിങ്ങനെ പ്രാർത്ഥിക്കുകയൊന്നും ചെയ്യാതെ പഴയ ജോലിക്ക് പോയപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? പുറകെ ചെന്നു. പുറകെ ചെന്നിട്ട് എന്ത് ചെയ്തു? ആ കരയ്ക്ക് ഇങ്ങനെ നിന്നു. ഇവര് വരുന്നവരെ ഇവര് രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. ഓരോ വലയം വലിക്കുമ്പോൾ ഈ ബാല്യക്കാരത്തിയുടെ മുമ്പിൽ വെച്ച് പ്രാഗിയവര് ഇപ്പൊ എന്നൊക്കെ ആയിരിക്കും പറയുക? പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി എന്നൊക്കെയാണോ പറയുന്നത്? അങ്ങനെയൊന്നും ആയിരിക്കുകയല്ല. എന്തൊക്കെയോ പറയുക. കർത്താവ് കരയ്ക്ക് നിപ്പുണ്ട്, പക്ഷെ അറിയുന്നില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുണ്ടോ? ഇല്ല എന്നുത്തരം പറഞ്ഞു. പടകിന്റെ വലത്ത് ഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി, മീനിന്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. 7-ാം വാക്യം. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്, അതാരാ? യോഹന്നാൻ. ഞാൻ പത്രോസിനോട് എന്നാണ് എഴുതേണ്ടത്. അത് എഴുതാനുള്ള മടി കാരണം യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്, യോഹന്നാൻ പത്രോസിനോട്. അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. ഒരു ചോദ്യം,
യേശുവിനെ ആദ്യം തിരിച്ചറിഞ്ഞതാരാ? യോഹന്നാൻ. ഇതാണ് ഇന്റിമസി എന്ന് പറയുന്നത്, അടുപ്പം. നെഞ്ചോട് ചാരിയിരുന്നയാള് പെട്ടെന്ന് മനസ്സിലാക്കി, പണി പാളി, ഇത് കർത്താവാണ്. ഒട്ടനെ എന്താ സംഭവിച്ചെന്ന് നോക്കണേ. വാക്യം 7 നോക്കൂ. അത് കർത്താവാകുന്നു എന്ന് ശീമോൻ പത്രോസ് കേട്ടപ്പോൾ താൻ നഗ്നനാണെന്നുള്ളത് അപ്പോഴാ ഓർത്തത്. ഇപ്പോഴത്തെ കൂട്ടായ്മയിൽ നഗ്നനായിട്ട് നിന്നാലും കുഴപ്പമില്ല, കാരണം ആ കൂട്ടായ്മ അങ്ങനെയുള്ള കൂട്ടായ്മ. കാരണം അവിടെ എല്ലാവരും ഒക്കെ ഏകദേശം ആ കോലത്തിലാണ്. പക്ഷെ യേശു ഉണ്ടെങ്കിൽ ഈ കോലത്തിൽ നിൽക്കാൻ പറ്റില്ല. ഉടനെ എടുത്ത് ചാടി വെള്ളത്തിലാവുമ്പോ പിന്നെ ഉടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ മേലില്ല. വെള്ളമുള്ളത് ഒരാശ്വാസം. ഇത് തന്നെയാണ് ഏദനിലും സംഭവിച്ചത്. ഇലകൾ പറിച്ച് നാണം മറച്ചു. ഇവിടെ വെള്ളത്തിൽ ചാടി നാണം മറച്ചു. എല്ലാം ഒന്ന് തന്നെ. പക്ഷേ എത്ര ദിവസം ഈ വെള്ളത്തിൽ കിടക്കാൻ പറ്റും? കയറണ്ടേ, എപ്പോഴെങ്കിലും ഒന്ന് കയറണ്ടേ. നമ്മൾ കണ്ടെത്തുന്ന മറ ഒരു മറയല്ല. കർത്താവ് നമ്മളെ മറച്ചാലേ നമ്മൾ മറയുള്ളൂ. ശ്രദ്ധിക്കുക, ആദമും ഹവ്വയും ഉണ്ടാക്കിയ ഉടുപ്പ് കർത്താവിന്റെ മുമ്പിൽ നിൽക്കാൻ പര്യാപ്തമല്ലായിരുന്നു. ഓക്കെ, ഇനി അവിടെ നമ്മൾ നിൽക്കുന്നില്ല. മുമ്പ് നമ്മൾ കണ്ടതാണ്, വലയൊക്കെ വലിച്ച് കരയ്ക്കിറങ്ങിയപ്പോൾ വാക്യം 9, തീക്കനൽ കാണുക. കയറി വരുമ്പോ ആദ്യം കാണുന്ന തീയ. പത്രോസിനെ വല്ലാതെ ബാധിക്കുന്ന സാധനമാത്. കാണുമ്പോ ഉള്ളിൽ തീയ. പ്രൈസ് ദി ലോർഡ്. ഇതിനു മുമ്പ് ഒരു തീയുടെ അടുക്ക വെച്ചാണ് പിന്മാറ്റം ആരംഭിച്ചത്. കേറി വരുമ്പോ പിന്നെയും തീയാ കാണുന്നത്. എന്റെ ദൈവമേ, എവിടെ ചെന്നാലും ഇതേ ഉള്ളല്ലോ. കർത്താവിന്റെ മറുപടി, ഈ തീയ് നിന്നെ തകർക്കാനല്ല, ഈ തീ നിന്നെ മടക്കി വരുത്താനാണ്. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് കർത്താവ് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ്. പ്രാതൽ കഴിച്ചോളുവീൻ. ബ്രേക്ക്ഫാസ്റ്റ് റെഡി എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ. ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുക. ഈ രാത്രി മുഴുവൻ പണിയെടുത്തേക്ക് വരുന്ന അവർക്ക് രാവിലത്തെ ആ ഭക്ഷണം ഉണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റാ. നല്ല വിശപ്പ് കാണും. കർത്താവ് സുവിശേഷം ഒന്നും പറയുകയല്ല, ഇപ്പൊ ഡോക്ടറിൻ ഒന്നും പഠിപ്പിക്കുകയല്ല, ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുക. ഇത് നമുക്കും നല്ലതാ. നമ്മൾ ആളുകളെ നേടാനാ ഉദ്ദേശിക്കുന്നെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് പകരം ഡോക്ടറിൻ കൊടുക്കരുത്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഡോക്ടറിൻ കൊടുക്കാം. അതിന് സമയം വരും. ആളറിഞ്ഞ് വിളമ്പണം, ആളറിഞ്ഞ് ചികിത്സിക്കണം.
ഇപ്പോഴത്തെ ഡോക്ടർമാര് രോഗത്തിനാണ് ചികിത്സിക്കുന്നത്. എന്നാൽ നേരത്തെയൊക്കെയുള്ള ഡോക്ടർമാര് രോഗിയെയാണ് ചികിത്സിക്കുന്നത്. ഇപ്പോഴത്തെ ഡോക്ടർമാർ രോഗിയുടെ മുഖത്തോട്ട് പോലും നോക്കുന്നില്ല. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും, അവരെഴുതിക്കൊണ്ടിരിക്കും. അവരൊരു കടലാസ് തന്നു വിടും. അവരാ രോഗത്തെയാണ് നോക്കുന്നത്. എന്നാൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടർമാര് രോഗിയുടെ മുഖത്തോട്ടാണ് നോക്കുന്നത്. സംഭാഷണത്തിൽ നിന്നും ഇരിപ്പിൽ നിന്നും കാര്യം മനസ്സിലാക്കിയിട്ടാണ് ചികിത്സിക്കുന്നത്. ആ വ്യക്തിയെയാണ് അവർ ചികിത്സിക്കുന്നത്. യേശു കർത്താവ് ഇപ്പോൾ ഒരമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നല്ല ചൂടുള്ള തന്തൂരിയാണ് കൊടുക്കുന്നത്. തന്തൂരി, കനലിന്മേൽ ചുട്ട ഭക്ഷണം. ഇന്ന് 5 സ്റ്റാർ ഹോട്ടലിലെ ഏറ്റവും വില കൂടിയതാ തന്തൂരി. ആ സാധന കൊടുക്കുന്നത്. കർത്താവ് തന്നെയാണ് വിളമ്പിയത്. വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. ഇനി 13-ാമത്തെ വാക്യത്തിലോട്ട് നോക്കി. യേശു വന്ന് അപ്പമെടുത്ത് കൊടുത്തു. ബുഫേ അല്ലായിരുന്നു. അമ്മ നിന്ന് വിളമ്പി കൊടുക്കുന്ന പോലെ കർത്താവ് വിളമ്പി കൊടുക്കുക. മീനും എടുത്തു കൊടുത്തു. പിന്നെയും കൊടുത്തു. വയറ് നിറയുന്നവരെ കൊടുത്തു. ഒരു ഉപദേശവും പറഞ്ഞില്ല. ഉപദേശം കൂടുതലായാൽ ആളുകൾക്ക് ഇഷ്ടമല്ല. എന്നാൽ സ്നേഹം കൂടുതലായാലും കുഴപ്പമില്ല. അങ്ങനെ വയറൊക്കെ നിറഞ്ഞു. 15-ാം വാക്യം. പ്രാതൽ കഴിച്ച ശേഷം ശീമോൻ പത്രോസിനോട്, ആ പ്രാതൽ കഴിക്കുന്നത് വരെ പറയാതെ വെച്ചിരുന്ന കാര്യം കഴിച്ചു കഴിഞ്ഞപ്പോ അങ്ങ് പറയുക. 15-ാം വാക്യം ഒന്ന് വായിക്കാമോ? അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. മതി. ഈ ഭാഗമൊക്കെ കൂടെ നമ്മൾ വായിക്കുന്ന ആയതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. എന്റെ സംശയം അല്ലെങ്കിൽ എന്റെ ചോദ്യം, കർത്താവ് ഈ ചോദ്യം കുറെ നേരമായിട്ട് ചോദിക്കാൻ മനസ്സിൽ കരുതിയിട്ടുണ്ട്. എന്നാൽ കഴിച്ചു കഴിഞ്ഞിട്ട് ചോദിക്കാന്ന് ഓർത്തിട്ടാണ് ചോദിക്കാഞ്ഞത്. ക്ഷീണമൊക്കെ ഒന്ന് മാറി ഒരു ഏമ്പൊക്കെ വിട്ട് മുഖമൊക്കെ കഴുകി നല്ല ക്ലീൻ ആയപ്പോ അടുത്ത് ചെന്ന് തോളയിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് കണ്ണിലേക്ക് നോക്കിയിട്ടൊരു ചോദ്യം, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങൾ പറ. ഒരു കത്തി എടുത്ത് ചങ്കിന് കുത്തുന്ന പോലെ ഒരു ചോദ്യമല്ലേ അത്? കർത്താവ് നമ്മളിൽ നിന്ന് എന്താ ആഗ്രഹിക്കുന്നതെന്ന് ഇവിടുന്ന് മനസ്സിലായോ? കർത്താവ് നമ്മിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? സ്നേഹം. എഫേസോസിലെ സഭയോട് പറയുന്നത് എന്താ? നിനക്ക് ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്, പക്ഷേ സ്നേഹമില്ല. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 2 മുതൽ വായിക്കുമ്പോൾ,
ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും അസഹിഷ്ണുതയും അറിയുന്നു. അങ്ങനെ തന്നെയാണ്. ഞാൻ നിന്റെ പ്രവൃത്തിയും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തോലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തോലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമം നിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെ കുറിച്ച് പറയുവാനുണ്ട്. അപ്പൊ എന്റെ ചോദ്യം, ഞാൻ ഇന്നലെ രാത്രിയിലും ഈ വചനം ധ്യാനിച്ചായിരുന്നു മറ്റൊരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോ. അപ്പം സ്നേഹമില്ലെങ്കിലും എന്ത് ചെയ്യാം? പ്രവർത്തിക്കാം. സ്നേഹമില്ലെങ്കിൽ എന്ത് ചെയ്യാം? മീറ്റിംഗ് നടത്താം. സ്നേഹമില്ലെങ്കിലും കൺവെൻഷൻ നടത്താം. സ്നേഹമില്ലെങ്കിലും സഭാ ശുശ്രൂഷ നടത്താം. ഇപ്പൊ ഈ ചർച്ചിനെ നോക്കിയാൽ ഇതൊരു നല്ല ചർച്ച. ആക്ടിവിറ്റീസ് ഉണ്ട്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ യുവജന മീറ്റിംഗ്, കുട്ടികളുടെ മീറ്റിംഗ്, ലേഡീസിന്റെ മീറ്റിംഗ്, ചാരിറ്റി എല്ലാം ഉണ്ട്. എല്ലാം ഉള്ള ചർച്ച, ബ്യൂട്ടിഫുൾ ചർച്ച്. പക്ഷെ കർത്താവ് നോക്കിയിട്ട് പറയുന്നു സ്നേഹമില്ല, സ്നേഹമില്ല. അതുകൊണ്ട് എന്താ? സ്നേഹം ഇല്ലെങ്കിലും ഇത്രയൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല എന്നല്ല പറഞ്ഞത്. മടങ്ങി വരാനാ പറയുന്നത്. സ്തോത്രം. മടങ്ങി വരിക. 6-ാം വാക്യം വായിച്ചാട്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. സ്തോത്രം. സ്നേഹമില്ലാത്തവരോട് പറയുകയാണ്, റിമെമ്പർ, റിപ്പന്റ് ആൻഡ് റിപ്പീറ്റ്. ഓർക്കുക, മടങ്ങി വരിക, ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ഇന്ന് പ്രഭാതത്തിൽ ഈ ക്ലാസിന്റെ ഒടുവിലേക്ക് വരുമ്പോൾ ദൈവജനത്തെ വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. സ്നേഹമാണ് കർത്താവ് നോക്കുന്നത്. നമ്മൾ ചെയ്യുന്ന എല്ലാ വർക്കിൻ്റെയും പിന്നിലത്തെ ഡ്രൈവിംഗ് ഫോഴ്സ്, ചെയ്യിപ്പിക്കുന്ന ഘടകം സ്നേഹം ആകണം. സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ. പിന്നെ പാടാം നമുക്ക്. നമ്മള് കൈകൊണ്ടല്ല ചെയ്യേണ്ടത്, ചങ്കുകൊണ്ട് ചെയ്യണം. മറ്റൊരു സംഭവം ഓർമ്മയിൽ വരുന്നു. ശിമോന്റെ വീട്ടിൽ യേശു ഭക്ഷണത്തിന് ഇരിക്കുന്നു. ശിമോന് ഒത്തിരി ഐറ്റംസ് അവിടെ ഉണ്ടാക്കി. ലൂക്കോസ് 7:35 മുതൽ വായിക്കണ്ട. അവൻ ചെയ്തതെല്ലാം കാശുണ്ടെങ്കിൽ ചെയ്യാം, ആർക്കും ചെയ്യാം. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. ശിമോൻ ചെയ്തതൊക്കെ വലിയ കാര്യങ്ങളാ. അത് കാശുണ്ടെങ്കിൽ ആർക്കും ചെയ്യാം. എന്നാൽ പാപിനിയായ ഒരു സ്ത്രീ ആ വീട്ടിൽ വന്നു. അവൾ ചെയ്തത് കാശുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല,
ചങ്കുണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അവൾ എന്താ ചെയ്തേ? അവൾ കാശൊന്നും കൊണ്ടുവന്നിട്ടില്ല, സ്വത്രാഴ്ചയൊന്നും കൊണ്ടുവന്നിട്ടില്ല, അവൾ ഒന്നും ചെയ്തില്ല. അവൾ എന്താ ചെയ്തേ? അവൾ കരഞ്ഞു. അതിങ്ങനെ ചുമ്മാ കരയൊന്നുമല്ല, അവൾ ആ സ്നേഹത്തിൽ നിന്ന് കർത്താവിന്റെ കാൽക്കൽ ഇരുന്ന് കരഞ്ഞു. കാല് നനച്ചെന്നാ എഴുതിയിരിക്കുന്നത്, കാല് നനച്ചു. അപ്പൊ പെട്ടെന്ന് അയ്യോ സോറി, അങ്ങനെ പറ്റിയല്ലോ, തലമുടി കൊണ്ട് തുടച്ചു. തൈലം കയ്യിലുണ്ടായിരുന്നു, പൂശി. ഇത് ചെയ്യണമെങ്കിൽ കാശ് പോരാ, ഹൃദയം വേണം, സ്നേഹം വേണം. ശീമോൻ ചെയ്തത് ചെയ്യാൻ സ്നേഹം വേണ്ട, പൈസ മതി. പൈസയും ബുദ്ധിയും വിവേകവും ഉണ്ടെങ്കിൽ നമുക്കൊരു സഭ നടത്താം. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു സംഘടന നടത്താം, നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തിക്കൊണ്ടു പോകാം. ഒരു പ്രയാസവും ഇല്ല. പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സഭ നടത്താൻ പറ്റും. ആ കാര്യത്തിൽ സംശയിക്കണ്ട. നമ്മള് വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ച വാക്ക് ഞാൻ ഇംഗ്ലീഷ് വായിക്കട്ടെ. I know your industry and activities, labor, toil and trouble, and your patient endurance, and how you cannot tolerate wicked. എത്ര നല്ല കാര്യം അതെല്ലാം. പക്ഷെ അതെല്ലാം കർത്താവ് 0 മാർക്ക് കൊടുക്കുക, സ്നേഹമില്ലാത്തത് കൊണ്ട്. അപ്പൊ സ്നേഹമില്ലാതെ നമുക്ക് സഭ നടത്താം, സ്നേഹമില്ലാതെ നമുക്ക് പ്രസംഗിക്കാം. ഒരു ചെറുപ്പക്കാരൻ ഒരു സ്ഥലത്ത് പ്രവർത്തിക്കാൻ പോയി. 10 കൊല്ലം പ്രവർത്തിച്ചിട്ടും റിസൾട്ട് ഇല്ല. നിരാശനായി അവനെ സ്പോൺസർ ചെയ്തുകൊണ്ടിരിക്കുന്ന, അവനെ പഠിപ്പിച്ചു വിട്ട സെമിനാരിയുടെ പ്രിൻസിപ്പലിനെ കാണാൻ ചെന്നിട്ട് അവൻ പ്രസംഗിച്ച നോട്ട്ബുക്ക് മുഴുവനും സാറിനെ കാണിച്ചു. സാറ് ചോദിച്ചു, നീ ആദ്യ ദിവസം എന്നാ പ്രസംഗിച്ച്? ഇതാ പ്രസംഗിച്ച്. കഴിഞ്ഞ ആഴ്ച എന്താ പ്രസംഗിച്ച്? ഇതാ പ്രസംഗിച്ച്. നീ എന്തൊക്കെ ചെയ്തു? അവൻ ചെയ്തതെല്ലാം പറഞ്ഞു. ഒടുവിൽ ഈ സാർ ഒരൊറ്റ ചോദ്യം ചോദിച്ചു, നീ വാസ്തവത്തിൽ ആ മനുഷ്യരെ സ്നേഹിക്കുന്നുണ്ടോ? നീ ഇപ്പോൾ പോയി താമസിക്കുന്ന സ്ഥലത്തെ മനുഷ്യരെ നീ സ്നേഹിക്കുന്നുണ്ടോ? അവൻ ആ നോട്ട്ബുക്ക് മടക്കി വീട്ടിലേക്ക് പോയി. അവൻ ആ ജനത്തെ സ്നേഹിക്കാൻ തുടങ്ങി. 1 കൊല്ലം കൊണ്ട് ആ ചർച്ച് വളരാൻ തുടങ്ങി. നമുക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, ആൾക്കാരൊക്കെ ചെയ്യുന്ന പോലെ. പക്ഷെ കർത്താവ് ചോദിക്കുന്നത്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നാണ്. നമുക്ക് ഇന്ന് രാവിലെ കർത്താവിനോട് പറയാം, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ആവർത്തിച്ച് പറയാം, 1000 പ്രാവശ്യം പറയാം, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അതായിരിക്കട്ടെ നമ്മുടെ സമർപ്പണം. 3 പ്രാവശ്യം കർത്താവ് ഈ ചോദ്യം ചോദിച്ചു. അതിനുശേഷം കർത്താവ് അവനെ ഓർഡിനേഷൻ നൽകി. യോഹന്നാൻ 21-ാം അധ്യായം പത്രോസിന്റെ ഓർഡിനേഷന്. ലൂക്കോസ് 5-ാം അധ്യായം
പത്രോസിനെ ഇവാഞ്ചലിസ്റ്റ് ആയിട്ട് നിയമിച്ചു. യോഹന്നാൻ 21 അധ്യായത്തിൽ പത്രോസിനെ പാസ്റ്ററായിട്ട് നിയമിച്ചു. രണ്ടും നിയമനങ്ങൾ തന്നെയാണ്. ഒന്നാമത്തേത് മനുഷ്യരെ പിടിക്കുന്ന ശുശ്രൂഷ, രണ്ടാമത്തേത് ആടിനെ പാലിക്കുന്ന ശുശ്രൂഷ. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക, എൻ്റെ ആടുകളെ പാലിക്കുക. ഈ പാസ്റ്ററൽ മിനിസ്ട്രി ഏൽപ്പിക്കണമെങ്കിൽ ഒരു ചോദ്യത്തിന് ഉത്തരം പറയണം. ആ ചോദ്യം ഇതാണ്: നീ നിനക്കുള്ള എല്ലാറ്റിലും അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? എങ്കിൽ മാത്രമേ എൻ്റെ ആടുകളെ നിന്നെ ഏൽപ്പിക്കുകയുള്ളൂ. വിശ്വാസികളുടെ പേര് തോമസ് എന്നോ മാർട്ടിൻ എന്നോ ഫിലിപ്പെന്നോ കുര്യനെന്നോ എന്തെങ്കിലും ആവട്ടെ, അത് യുഗങ്ങൾക്ക് മുമ്പ് കർത്താവ് കണ്ടവരാ സഭയെ വരുന്നത്. കർത്താവ് രക്തം കൊടുത്ത് വാങ്ങിയവരാ ചർച്ചിലോട്ട് വരുന്നത്. മുന്നമേ ദൈവത്തിന്റെ നിർണയത്തിൽ പെട്ടവരാ നമ്മുടെ കൂട്ടായ്മയെ വരുന്നത്. കേൾക്കണം, നന്നായിട്ട് കേൾക്കണം. ഒരു പുതിയ സ്ഥലമാവട്ടെ പഴയ സ്ഥലമാവട്ടെ, ഒരാള് ചർച്ചിൽ വരുന്നത് നമ്മുടെ ബുദ്ധിസാമർഥ്യം കൊണ്ടൊന്നും അല്ല, പിതാവ് ആകർഷിച്ചിട്ട് വരുന്നവരാ. ലോകസ്ഥാപനത്തിന് മുൻപേ മുൻ നിയമിക്കപ്പെട്ടവരാ, മുൻ അറിയപ്പെട്ടവരാ, കർത്താവ് വിളിച്ചവരാ. അവരെ ആരുടെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന് കർത്താവ് ഇങ്ങനെ തപ്പുക. പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ ചിന്നിയവരും ചെതറിയവരുമായി കണ്ടിട്ട് കർത്താവ് സങ്കടപ്പെടുക. അയ്യോ, ഒരു നല്ല ഇടയനെ എനിക്ക് തരണേ എന്ന് കർത്താവ് ആഗ്രഹിക്കുക. ഇന്ന് ഈ ക്ലാസ്സിൽ ഇടയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആരെയൊക്കെയോ കർത്താവ് ആഴത്തിൽ വിളിക്കുകയാണ്. എൻ്റെ ആടുകളെ പാലിക്കാവോ? വാക്യം 15 ലാസ്റ്റ്, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക. എനിക്ക് കുറച്ച് കുഞ്ഞാടുകളുണ്ട് എൻ്റെ മോനെ പത്രോസേ. അതിനെ നോക്കാൻ എനിക്ക് വിശ്വാസമുള്ള 1-2 പേരെ വേണം. ഞാൻ പോവാം പിതാവിന്റെ അടുക്കിലേക്ക്. ഞാൻ അവിടെ ഇരുന്ന് വേണ്ട ക്രമീകരണമൊക്കെ ചെയ്തോളാം. എന്നാലും ഞാൻ സ്നേഹിക്കുന്ന ആ സ്നേഹം അവർക്ക് കൊടുത്ത് അവരെ ഒന്ന് നോക്കാൻ നിനക്ക് പറ്റുമോ? നിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ആടിനെ തീറ്റുന്നവൻ അതിന്റെ പാൽ കൊണ്ട് ഉപജീവിക്കും. ആടിനെ തീറ്റുന്നവൻ പട്ടിണിയൊന്നും കിടക്കേണ്ടി വരില്ല. പക്ഷെ നീ എന്നോടൊരു വാക്ക് പറയണം. നിനക്ക് നോക്കാവോ? ഇടയ ശുശ്രൂഷ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇടയ ശുശ്രൂഷ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രൈസ് ദി ലോർഡ്. 2 ദിവസം മുമ്പ് ഞാനും എൻ്റെ ഒരു സഹ ശുശ്രൂഷകനും കൂടെ മറ്റൊരു ചർച്ചിൽ പോയി. അവിടുത്തെ ശുശ്രൂഷകനുമായിട്ട് അരമണിക്കൂർ സംസാരിച്ചപ്പോൾ ആ സഭയിലുള്ള 10 കുടുംബത്തിൻ്റെയും നെഗറ്റീവായ കാര്യം മുഴുവനും അദ്ദേഹം പറഞ്ഞു. ഇപ്പൊ ചുരുക്കി പറഞ്ഞ ഒന്നും കൊള്ളുകയില്ല, എല്ലാം പോക്കാം, പുള്ളി മാത്രം നല്ലത്. 10 കുടുംബത്തിൻ്റെയും പോരായ്മകളെല്ലാം പറഞ്ഞു. ഞാൻ എൻ്റെ കൂടെ നിന്ന ദേവദാസനോട് ചോദിച്ചു, അദ്ദേഹം പറഞ്ഞത് വല്ലതും ശ്രദ്ധിച്ചോ? നമ്മളിപ്പോ പോയത് പാസ്റ്റേഴ്സ് മീറ്റിംഗ് നടത്താനല്ലല്ലോ, അതുകൊണ്ട് ഞാനൊന്നും മിണ്ടുന്നില്ല. ആടുകൾക്ക് കുറവുകളുണ്ട്, അതുകൊണ്ടല്ലേ ഇടയനെ വെച്ചിരിക്കുന്നത്. ആടിന് കഴിവുണ്ടെങ്കിൽ പിന്നെ ഇടയൻ വേണോ? ആടിന് വഴി അറിയില്ല, ആടെപ്പോഴും തെറ്റിപ്പോണതാ, ആട് കുഴി വീഴും, അപകടങ്ങൾ അനർത്ഥങ്ങൾ ഉണ്ടാക്കും. ആടിനെ കുറ്റം പറയുമ്പോ അർത്ഥം എന്നാന്നറിയാവോ? ഇടയ ശുശ്രൂഷയ്ക്ക് വിളിയില്ലെന്ന്.
ആടിനെ കുറ്റം പറയുമ്പോൾ ഓർത്തോണം ഇടയ ശുശ്രൂഷയ്ക്ക് വിളിയില്ല. അത്രേ ഉള്ളു കാര്യം. ഓ അവൻ ശരിയല്ല, ഓ അവള് ശരിയല്ല, ഓ അവിടെ ഒരു തങ്കമ്മയുണ്ട് അത് ശരിയല്ല. ഓക്കെ, മനസ്സിലായി, കാര്യം പിടികിട്ടി. നിങ്ങള് മറ്റൊരു പണിക്ക് പോണതാണ് നല്ലത്. എന്തോ ഒരു പണിയുണ്ട്. എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കാമോ? പതിനാറാം വാക്യത്തിന്റെ ലാസ്റ്റ്, എന്റെ ആടുകളെ പാലിക്കാമോ? സ്തോത്രം. യോഹന്നാന്റെ മകനായ ശിമോനെ. സമയം ലാഭിക്കാം. 18 വാക്യം തുടങ്ങുമ്പോൾ എന്റെ ആടുകളെ മേയ്ക്കുക. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, കർത്താവിന്റെ ഹൃദയത്തിൽ എന്തുവാ? സഭയാ. സ്തോത്രം. ഒന്നുകൂടെ ഒന്ന് നിർത്തി പറയാം. പത്രോസ് കർത്താവിനെ തള്ളിപ്പറയുന്ന സമയത്ത് കർത്താവ് മഹാപുരോഹിതന്റെ കോടതിയിൽ വിസ്തരിക്കപ്പെടുകയാണ്. പക്ഷെ കർത്താവിന്റെ മനസ്സിൽ ആ സമയത്ത് പത്രോസാ. ഓക്കെ, ലീഡേഴ്സാ. ഓക്കെ, ഇപ്പോഴോ? ഇപ്പൊ കർത്താവിന്റെ മനസ്സിൽ സഭയാ. അപ്പോൾ കർത്താവിന്റെ മനസ്സിൽ ആദ്യം പാസ്റ്റർ, ആ പാസ്റ്ററിലൂടെ സഭ. ദൈവത്തിന്റെ പ്രയോറിറ്റി നിങ്ങൾ മനസ്സിലാക്കാനായി ഇത്രയും ഞാൻ സ്ലോ ആയിട്ട് പോണത്. സ്പീഡിൽ പോകാൻ മേലാഞ്ഞിട്ടല്ല, പക്ഷെ എനിക്കതൊരു കുറ്റബോധമാണ്. അതിനകത്തെ ദൂത് വ്യക്തമാക്കാതെ എങ്ങനെ പോകും? ആ പ്രയോറിറ്റി ഒന്നുകൂടെ കാണിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 20-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഇപ്പോഴുള്ളതും എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻനിലവിളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു, 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. ആമേൻ. എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മം, 7 പൊൻനിലവിളക്കിന്റെ വിവരം എഴുതുക. 7 നക്ഷത്രം പാസ്റ്റർമാരാണ്. മനസ്സിലായോ? 7 നക്ഷത്രം സഭയുടെ ദൂതന്മാരാണ്, പാസ്റ്റർമാരാണ്. 7 നിലവിളക്കോ സഭയാണ്. എങ്കിൽ ചോദ്യം, നക്ഷത്രം എവിടെയായിരിക്കുന്നേ? കർത്താവിന്റെ കയ്യിൽ. ഈ പ്രയോറിറ്റി ഓർത്തിരിക്കണം. സഭ നിലനിൽക്കണമെങ്കിൽ ശുശ്രൂഷകൻ നിലനിൽക്കണം. അതുകൊണ്ട് കർത്താവ് സ്പെഷ്യൽ കെയറാ പാസ്റ്റേഴ്സിന് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ശുശ്രൂഷയിൽ ഒരു വേദനയോ സങ്കടമോ അവഗണനയോ പ്രയാസോ വന്നെന്നോർത്ത് പിന്മാറരുത്. 1-2 പേര് കളിയാക്കുകയോ വിമർശിക്കുകയോ ഒക്കെ ചെയ്താലും പിന്മാറരുത്. സഭാ ശുശ്രൂഷ വളരെ വിലപ്പെട്ടതാണ്. ഇടയന്മാർ കർത്താവിന്റെ കയ്യില. എപ്പോഴും എപ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാം നക്ഷത്രങ്ങൾ കയ്യില. കർത്താവിന്റെ പ്രയോറിറ്റി മനസ്സിലായോ? പാസ്റ്ററിലൂടെ സഭ എന്ന വലിയ ദൗത്യം. അപ്പോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോഴും കർത്താവിന്റെ മനസ്സിൽ ചർച്ചാണ്. കടൽ തീരത്ത് നിൽക്കുമ്പോഴും മനസ്സിൽ ഇന്നിപ്പോൾ ഈ കൂടിയിരിക്കുന്ന 350-ലധികം വിശ്വാസികൾ അടങ്ങുന്ന ഈ കൂട്ടത്തെ കർത്താവ് കാണുക, സഭയെ കാണുക.
പക്ഷെ ഈ സഭ നിലനിൽക്കണമെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയ കുറച്ച് ശുശ്രൂഷകര് വേണം. ആ ശുശ്രൂഷകന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് കർത്താവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ആ ഭാഗവും വിടുന്നു. ഒറ്റക്കുറിപ്പും കൂടെ, 8-ാമത്തേത് പത്രോസിന്റെ ജീവിതത്തിലെ പരാജയങ്ങൾ. 8-ാമത്തേത്. എന്തിനാ പരാജയങ്ങളെ കുറിച്ച് ഇങ്ങനെ പഠിക്കുന്നേ? നമുക്കും ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 8-ാമത്തേത് പരകാര്യത്തിൽ ഇടപെടുക. 21-ാം അധ്യായത്തിന്റെ, യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 18 മുതൽ ഒന്ന് വായിച്ചു. 18 മുതൽ താഴോട്ട്. ആമേൻ, ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളയിടത്ത് നടന്നു. വയസ്സനായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോകുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അതിനാൽ അവൻ ഇന്നവിധ മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് അവൻ സൂചിപ്പിച്ചു. ഇത് പറഞ്ഞിട്ട് എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. പത്രോസ് തിരിഞ്ഞ് യേശു സ്നേഹിച്ച ശിഷ്യൻ പിൻചെല്ലുന്നത് കണ്ടു. അത്താഴത്തിൽ അവന്റെ നെഞ്ചോട് ചാഞ്ഞുകൊണ്ട്, കർത്താവേ, നിന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ആർ എന്ന് ചോദിച്ചത് ഇവൻ തന്നെ. അവനെ പത്രോസ് കണ്ടിട്ട്, കർത്താവേ, ഇവൻ എന്ത് ഭവിക്കുമെന്ന് യേശുവിനോട് ചോദിച്ചു. യേശു അവനോട്, ഞാൻ വരുവോളം ഇവൻ ഇരിക്കണമെന്ന് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് നിനക്കെന്ത്, നീ എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. മതി. ഇത് വായിച്ചപ്പോൾ എന്ത് മനസ്സിലായി? ബഹുഭൂരിപക്ഷം പേർക്കും മനസ്സിലാകും, പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ ഒന്ന് ചുരുക്കി അങ്ങ് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പോവാ. പത്രോസിനെ ഈ ഓർഡിനേഷൻ ഒക്കെ കൊടുത്തല്ലോ. ഓർഡിനേഷൻ കൊടുത്തേച്ച് പറയുകയാണ്, ഈ ശുശ്രൂഷകന്റെ ഭാവി കൂടെ ഒന്ന് അറിയുന്നത് നല്ലതല്ലേ? ഈ ആടിനെ തീറ്റുന്നവരുടെ ഭാവി, ആ ഭാവിയായി എഴുതിയിരിക്കുന്നത്. വിഷമിക്കോ പേടിക്കോ ഒന്നും ചെയ്യരുത്. നീ വയസ്സനായ ശേഷം നീ രക്തസാക്ഷിയാകും എന്നാ പറഞ്ഞേ. പക്ഷെ ഒരാശ്വാസമുണ്ട്, ഒരു 10-20 കൊല്ലം കൂടെ ഇനി ഉണ്ടെന്ന് മനസ്സിലായി. കാരണം പത്രോസിന്റെ മുടിയൊന്നും നരച്ചിട്ടില്ല. നന്നായിട്ട് നീന്താനും മീൻ പിടിക്കാനും ഒക്കെ ആരോഗ്യമുള്ള സമയമാണ്. നീ ഈ ശുശ്രൂഷയുടെ ഒടുവിൽ ആ റോമൻ പീഡനകാലത്ത് രക്തസാക്ഷി മരണം വരിച്ച മഹാന്മാരിൽ ഒരാളായിരുന്നു പീറ്റർ. പീഡനം അനുഭവിക്കുന്ന സഭയ്ക്ക് വേണ്ടിയാണ് പത്രോസ് ലേഖനം എഴുതിയത്. അത് എഴുതാനുള്ള അദ്ദേഹത്തിന്റെ യോഗ്യത എന്ന് പറയുന്നത് അദ്ദേഹം പീഡനത്തിലൂടെ കടന്നുപോയി എന്നുള്ളതാണ്. നീ രക്തസാക്ഷിയാകേണ്ടി വരും. ഒന്ന് ശ്രദ്ധിച്ചേ, വയസ്സായിട്ടേ ഇത് സംഭവിക്കുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ് പണ്ട് ചെറുപ്പത്തിൽ ഒന്ന് പിടിച്ച് ജയിലിൽ കൊണ്ട് ഇട്ടപ്പോ സുഖമായിട്ട് ഉറങ്ങിയത്. ഒരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, ആ ചെറുപ്പത്തിൽ ജയിലിൽ കിടന്നപ്പോ പത്രോസ് തന്റെ കയ്യേലോട്ടൊക്കെ നോക്കി, പ്രായമൊന്നും ആയിട്ടില്ല, ഇല്ലില്ല, ഈ പ്രാവശ്യം മരിക്കത്തില്ല. ആ ഉറപ്പ് കിട്ടിയത് കൊണ്ടാണ് അവിടെ കിടന്ന് ഉറങ്ങിയത്. കാരണം പ്രവചനം കിടക്കുന്നത് വയസ്സനായ ശേഷം. കർത്താവ് നിശ്ചയിച്ച സമയത്തിന് മുമ്പ് ആർക്കും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതവിടെ നിൽക്കട്ടെ.
വാക്യം 19. അതിനാൽ അവൻ ഇന്ന വിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും. അപ്പൊ നമ്മുടെ മരണം പോലും ദൈവത്തിന് മഹത്വമായിട്ട് മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതം മാത്രമല്ല, നമ്മുടെ ശുശ്രൂഷ മാത്രമല്ല, നമ്മുടെ മരണം പോലും ദൈവത്തെ മഹത്വപ്പെടുത്താനാ. ഓക്കെ, അടുത്തതിലേക്ക് പോകുന്നു. ഇനിയുള്ളത് അവിടെ എഴുതിയിരിക്കുന്ന ആ ഭാഷ മനസ്സിലാക്കാൻ ഇച്ചിരി പാടായതുകൊണ്ട് ഞാൻ നാടൻ ഭാഷയിൽ അങ്ങ് പറയാം. പത്രോസ് രക്തസാക്ഷി ആകുമെന്ന് അറിഞ്ഞ ഉടനെ പത്രോസ് കർത്താവിനോട് ചോദിക്കുക, അപ്പൊ യോഹന്നാനോ? മനസ്സിലായോ? നിങ്ങൾ പിന്നെ വായിച്ചു നോക്കിയാൽ മതി, അപ്പൊ മനസ്സിലാവും. പേരവിടെ പറയാതെ യേശു സ്നേഹിച്ച ശിഷ്യൻ, നെഞ്ചോട് ചാരി ശിഷ്യൻ എന്നൊക്കെ പറയുന്ന യോനാച്ചന്റെ കാര്യം. യോനാച്ചൻ അന്ന് യങ്ങാ. അപ്പൊ പത്രോസ് രക്തസാക്ഷിയാവുമെന്ന് പറഞ്ഞപ്പോ പത്രോസിന് ഇപ്പൊ അറിയേണ്ടത് യോഹന്നാൻ രക്തസാക്ഷിയാവുമോ? അങ്ങനെയാണെ പിന്നെ എനിക്ക് കുഴപ്പമില്ല, അല്ലെ എനിക്കിത് ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അതായത് 10ാം ക്ലാസ്സിൽ തോറ്റ ഒരു കുട്ടിയെ ആശ്വസിപ്പിക്കാൻ എന്നാ മാർഗം എന്നറിയാവോ? തോറ്റുപോയ വേറെ 2 പേരുടെ പേര് പറഞ്ഞാൽ മതി. വേറെ ഒരു വിധത്തിൽ ഇവരെ ആശ്വസിപ്പിക്കാൻ പറ്റുകയില്ല. പത്രോസിന് രക്തസാക്ഷിയാകാൻ ഒരു വിഷമവും ഇല്ല, പക്ഷെ യോഹന്നാനും കൂടി ആകണം. ഈ ചോദ്യം കർത്താവിന് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ? ഇഷ്ടപ്പെട്ടില്ല. 22ാം വാക്യം ഞാൻ വായിക്കാം. അവൻ വരുവോളം ഇവൻ ഇരിക്കണമെന്ന് എനിക്കിഷ്ടമുണ്ടെങ്കിൽ അതിന് നിനക്കെന്നാ? ശുദ്ധ മലയാളം പറഞ്ഞാൽ, എന്റെ പൊന്നു പത്രോസേ, എന്തിനായി വല്ലവരുടെയും കാര്യം അന്വേഷിക്കുന്നത്? സ്തോത്രം. നിന്റെ കാര്യം തന്നെ അന്വേഷിക്കാൻ നിനക്ക് പ്രാപ്തിയില്ല, പിന്നെ നീ ഇതിന് ഈ വല്ലവരുടെയും കാര്യം ഒരുപാട് അന്വേഷിക്കുന്നേ. ഉടനെ പത്രോസ് ആൾക്കാരോടെല്ലാം പറഞ്ഞു, യോഹന്നാൻ മരിക്കുകയായിരുന്നു. അത് പിന്നെ ഒരു ഡയലോഗായി. ആകയാൽ ആ ശിഷ്യൻ